നോക്കൂ, എന്താണ് രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു വീക്ഷണം താങ്കൾക്കുണ്ടല്ലോ. നമുക്ക് ക്ഷേത്രം മതി, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാൻവാബി പള്ളി പൊളിച്ചാൽ മതി എന്നുള്ള നിലയിൽ ആളുകൾ അവരുടെ ആസ്പിറേഷൻ മാറ്റിവെക്കുകയാണോ? അതിൽ നിന്നുള്ള കോൺഫിഡൻസ് ആണോ കേന്ദ്ര സർക്കാരിന്? ഇന്നിപ്പോ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. രാജ്യങ്ങളിൽ അതെ ഏതാണ്ട് 60 രാജ്യങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. UK-യിലാണെങ്കിലും പിന്നെ അമേരിക്കയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഒക്കെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പം ഇത്തരത്തിലുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു റൈറ്റ് വിങ് സർജ് കാണുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എന്നോട് തന്നെ ഞാൻ വാദപ്രതിവാദം ചെയ്യുന്ന പോലെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാപിറ്റലിസം ഓൺ ദ റൈസ് ആൻഡ് ക്യാപിറ്റലിസം ഇൻ ദ ക്രൈസിസ്. ഇത്തരം ഘട്ടങ്ങളിൽ വലതുപക്ഷത്തേക്ക് പോവുക എന്നതാണ് ബൈ ഡിഫോൾട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഏക മാർഗം. നമുക്കൊരു തെറ്റിദ്ധാരണ ഈ 47-ക്ക് ശേഷം പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. ഒരു പ്രോഗ്രസീവ് ക്യാപിറ്റലിസം ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നാഷണലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റുകളുണ്ട് എന്നൊക്കെയുള്ള നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ലോകത്തെ തെരഞ്ഞെടുപ്പ് സിനാറിയോ രാജ്യങ്ങളിൽ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് അവരെല്ലാവരും തന്നെ ഒരു റൈറ്റ് വിങ് അപ്രോച്ചിലേക്ക് പോവുകയും അതാത് രാജ്യങ്ങളിലെ മെജോറിറ്റേറിയൻ സ്റ്റേറ്റുകളായിട്ട് അവർ സ്വയം പരിണമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും ആ പാതയിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് പോകുന്നത്. പക്ഷേ BJPയെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് 2-3 വർഷമായിട്ട് അതിൽ നിന്ന് അവർ മാറി നടക്കുകയാണോ എന്നെനിക്കൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ തിരക്ക് പിടിച്ച രാമജന്മഭൂമി അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രോദ്ഘാടനത്തോടു കൂടി ഒരു രാഷ്ട്രദൈവത്തെ സൃഷ്ടിക്കുക എന്നത് അടിസ്ഥാനപരമായി ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പ്രീ റിക്വിസിറ്റാണ്. അപ്പോൾ ആദ്യം രാഷ്ട്രദൈവം ഉണ്ടാവണം. ഇപ്പോൾ റഷ്യയിൽ പോലും സെൻറ്റ് ജോർജ് പുണ്യവാളനാണ് അവരുടെ ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ. അതുതന്നെയാണ് UK-യിൽ പണ്ട് തൊട്ടേ സെൻറ്റ് ജോർജാണ്. അതുപോലെ സെയിൻറ്റ് മേരി ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ സെയിൻറ്റുകൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള ഗാർഡിയൻ ഏഞ്ചലുകൾ ഉണ്ടാക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നത് ശ്രീരാമനാണ്. അപ്പോൾ ഒരു രാഷ്ട്രദൈവമായി. ഇനി മതരാഷ്ട്രം ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇത് ഫ്യൂഡലിസത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഇത് ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ്. അവരതിനെ മറികടക്കാൻ തെരഞ്ഞെടുപ്പുകളടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ട്രിക്കാണ്. ആ ട്രിക്കിൽ നല്ല പോലെ BJP നല്ല ഗ്രഹപാഠം ചെയ്യുകയും പണ്ട് തൊട്ടേ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ മാത്രം എക്സ്പീരിയൻസ് ഉള്ളൊരു പാർട്ടിയാണ്. അവരതിലേക്ക് പോവുകയാണ്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ അവരെ കോഷൻ ചെയ്യുന്നു, ഇത് മാത്രം മതി, ബജറ്റും വേണ്ട, ആനുകൂല്യം വേണ്ട, തൊഴിലുറപ്പ് പദ്ധതിയും വേണ്ട, ഒന്നും വേണ്ട. ഈ ഒറ്റ ചീട്ട്, ഈ തുരുപ്പ് ഗുലാൻ ഇതാണ്, ഇട്ട് വെട്ടിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 28 കളിക്കുന്ന സമയത്ത് അവസാനത്തെ കളിയിൽ തുരുപ്പ് ഗുലാൻ മേശപ്പുറത്ത് വെച്ച് എല്ലാവരും കൈയിട്ടോ, കളി കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ ഇരിക്കുകയാണ് മോഡി. പക്ഷേ ഇത് 28 ചീട്ട് കളിയല്ല. ഇങ്ങനെ ഇരുന്നതാണ് ഇന്ദിരാഗാന്ധി ഒരു കാലം. എല്ലാം ഭദ്രമാണെന്ന് കരുതി. പക്ഷേ എല്ലാം ഭദ്രമല്ല. അത് ആവർത്തിച്ച് പറയുമ്പോഴും ജോൺ ബ്രിട്ടാസിന്റെ സമയം കഴിഞ്ഞു എങ്കിൽ പോലും ഒരു 30 സെക്കൻഡ് നോക്കൂ. ഒരു പൊളിഞ്ഞ ട്രൂപ്പായി പ്രതിപക്ഷം മാറിയതാണ് മറ്റൊരു, അതായത് Debate with MV Nikesh Kumar.